ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണൂലേ എന്താണ് ഞാനിന്ന് പറയാൻ പോകുന്നത് എന്നുള്ളത്, ടോപ്പിക് എന്താണെന്നുള്ളത്. അപ്പം അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ August 6 ആണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന്, അതായത് ബർത്ത്ഡേ ദിവസമായിട്ട് നല്ലൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പാസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിക്കാണെന്ന് എനിക്കറിയാം തമ്പനിയിൽ കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. എനിക്ക് എന്താ സംഭവിച്ചത് എന്നുള്ളത് പലർക്കും അറിയായിരിക്കാം, പലർക്കും അറിയില്ലായിരിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഗോൾ ബ്ലാഡറിനകത്ത്, അതായത് നമ്മുടെ പിത്തസഞ്ചിയില്ലേ, അതിനകത്ത് കല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതെനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, ഒരു 3-4 വർഷത്തിന് മുൻപ് എനിക്കെപ്പോഴും സൈഡ് പെയിൻ വരും. അതായത് നമ്മുടെ വയറിൻ്റെ താഴെ, അടിവയറിൻ്റെ അവിടെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് കോർണറിൽ ഇങ്ങനെ എനിക്ക് സൂചി വെച്ച് ഇങ്ങനെ കുത്തുന്ന പോലെ വേദന വരാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു സർജറി ഇതിന് മുൻപ് കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പൺ സർജറി ആയിരുന്നു. ഒരു സർജറി എനിക്ക് ചെയ്തിട്ടുണ്ട് ട്യൂബുലർ പ്രഗ്നൻസി ആയിട്ട്. അതിന്ന് എൻ്റെ ഒരു ലെഫ്റ്റ് സൈഡത്തെ ട്യൂബ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓവറിയിലോട്ട് ട്യൂബ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഡേഞ്ചറും സീരിയസ് ഒക്കെ ആയിട്ട് നമ്മൾ രക്ഷപ്പെട്ട് വന്നു എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ രക്ഷപ്പെട്ട് വന്നതായിരുന്നു ഞാൻ. അങ്ങനെ അതിനുശേഷം എനിക്ക് PCOD ഇഷ്യൂസ് ഉണ്ടായി. അതിന് മുൻപ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പീരിയഡ്സ് റെഗുലർ അല്ലായിരുന്നു, ഇറഗുലർ പീരിയഡ്സ് ആയിരുന്നു എൻ്റെ. അപ്പോൾ കല്യാണത്തിന് മുൻപ് അല്ലെങ്കിൽ ആദ്യക്കുട്ടിന് ഉണ്ടാവുന്നത് വരെ, അപ്പോൾ കല്യാണത്തിന് മുൻപും അതുപോലെ തന്നെ കല്യാണത്തിന് ശേഷം ആദ്യക്കുട്ടിന് ഉണ്ടാവുന്നത് വരെയും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓവർ ബ്ലീഡിങ് ആയിരുന്നു. ആവുന്ന സമയത്ത് 7-8 ദിവസത്തോളമൊക്കെ നല്ലോണം നീണ്ടു പോവുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് റെഗുലറായിട്ട് ആവില്ല, ഇടയ്ക്ക് ഗ്യാപ്പ് വരും, കുറച്ച് മാസങ്ങളാവും, കുറച്ച് മാസങ്ങളാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ അറിയില്ലായിരുന്നു കൺസീവ് ആയിരുന്നു എന്ന്. അങ്ങനെ പിന്നെ അത് കുറച്ച് ഇഷ്യൂസും കോംപ്ലിക്കേഷൻസൊക്കെ ആയിട്ട് അങ്ങനെ ട്യൂബുലർ പ്രഗ്നൻസി ആയിട്ട് അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നത്, എമർജൻസി ആയിട്ട്. അത് കഴിഞ്ഞ ശേഷം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓപ്പൺ സർജറി ആയതുകൊണ്ട് എൻ്റെ ഡെലിവറി നോർമലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ സർജറി ഓപ്പൺ സർജറി ആയതുകൊണ്ട് അതിനുശേഷം എനിക്ക് ഒരുപാട് നമുക്ക് എന്താ പറയുക, അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ തുടങ്ങി. അതേപോലെ തന്നെ പീരിയഡ്സിൻ്റെ ഇഷ്യൂസ് തുടങ്ങി. അതായത് റെഗുലറായിട്ട് ആവില്ല. പിന്നെ അത് കഴിഞ്ഞ ശേഷം ആയാൽ പോലും ഒട്ടും ബ്ലീഡിങ് ഉണ്ടായിരുന്നില്ല. ആയി എന്ന് നമുക്ക് സൂചന കാണിക്കുന്നല്ലാണ്ട് നമുക്ക് ഒട്ടും ബ്ലീഡിങ് ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ ശരീരം വണ്ണം വെച്ച് തുടങ്ങി, നന്നായിട്ട് വണ്ണം വെച്ച് തുടങ്ങി ശരീരം. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയങ്ങളിൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ഹെൽത്ത് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, എന്നിട്ട് ഒട്ടും വണ്ണം കുറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡോക്ടറെ കാണിച്ചു. അന്നേരം ആ ഡോക്ടർ നമുക്ക് കുറച്ച് മരുന്നൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തു, ഹോർമോൺസ് ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തു. അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ച് പിന്നെ നമുക്ക് ഒട്ടും കുറയുന്നില്ല എന്ന് കണ്ട് അങ്ങനെ പിന്നെ കണ്ടിന്യൂ ചെയ്തു പെയിൻ കില്ലർ. പിന്നെ ഇതുപോലെ പെയിൻ തുടങ്ങുമ്പോൾ ഞാൻ കൊണ്ട് കാണിക്കും, അവർ സോണോഗ്രഫി എടുക്കാൻ പറയും. സോണോഗ്രഫി എടുത്ത് റിപ്പോർട്ട് കാണിക്കുമ്പോൾ അവർ പറയും കുഴപ്പമില്ല, PCOD ആണെന്ന് പറഞ്ഞ് മരുന്ന് തരുമായിരുന്നു നമുക്ക്. PCOD PCOS ഈ 2 കാര്യങ്ങളാണ് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ PCOD PCOS രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, PCOD എന്ന് വെച്ചാൽ അതായത് ഈ ഇറഗുലർ പീരിയഡ്സിൻ്റെ റീസണാണ് ഈ PCOD എന്ന് പറയുന്നത്. അപ്പം ചിലവർക്ക് ഈ പറഞ്ഞ പോലെ ചിലർക്ക് ഓവർ ബ്ലീഡിങ് ആയിരിക്കും, ചിലർക്ക് ഒട്ടും ബ്ലീഡിങ് ഉണ്ടാവില്ല, ചിലവർ വെയിറ്റ് ലൂസ് ആവും, ചിലവർ നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങൾ, അതാണ് PCOD എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ PCOS എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയോഡിക്കൽ സിസ്റ്റാണ്. അതായത് അത് ചെറിയ ചെറിയ കുരുക്കൾ അല്ലെങ്കിൽ മുഴകൾ പോലെ നമ്മുടെ യൂട്രസിനകത്ത് വരുന്നതിനാണ് ഈ PCOS എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും രണ്ടാണ്. ഒരു സമയം വരെ എനിക്കും അറിയില്ലായിരുന്നു, അത് രണ്ടും ഒന്നാണെന്നൊരു വിശ്വാസം ഇരിക്കുകയായിരുന്നു ഞാനും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആദ്യം കാണിച്ചപ്പോൾ PCOD ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ സോണോഗ്രഫിക്ക് എടുത്തു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ PCOSും കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ പേരിലാണ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഞാൻ ഇതിന് മുൻപ് ഒരു വർഷം മുൻപൊക്കെ നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ടുണ്ടായിരുന്ന സമയത്ത് കുറച്ച് നാൾ, ഒരു വർഷത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ജിമ്മിൽ. അപ്പോൾ അവിടെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, ഇങ്ങനെ PCOD പ്രശ്നവും സിസ്റ്റൊക്കെ ഉള്ളതാണ്, എനിക്ക് അധികം എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റണില്ല, സൈഡ് പെയിൻ എടുക്കണു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും മിക്കവാറും ഞാൻ ഇറഗുലറായി പോകുന്ന ഒരാളായിരുന്നു. റെഗുലറായി ഞാൻ പോവുകയില്ലായിരുന്നു അവിടെ.
അപ്പോഴാണ് അവരെന്നോട് ചോദിച്ചത്, നീ എന്തെങ്കിലും ഇറഗുലറായിട്ട് വരുന്നത്, റെഗുലാരിറ്റി ഇല്ലാണ്ട് എന്താ വരുന്നതെന്ന് ആ ചേച്ചി ചോദിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു എവിടെയാണ് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ ബറോഡത്തെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ലിനിക്ക് പറഞ്ഞു. അവരുടെ ഒരു ഫ്രണ്ട്, അതായത് ആ ചേച്ചി ജിമ്മിൽ വരുന്ന ചേച്ചി തന്നെ ആയിരുന്നു. അപ്പോൾ ആ ചേച്ചി കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ക്ലിനിക്കിൽ ഒന്നുകൊണ്ട് കാണിക്കുക, അവർക്കും ഇതുപോലെ എന്തോ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടായിട്ട് അവർക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഡോക്ടറാണ്, നല്ല ക്ലിനിക്കാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടുമേളിൽ താമസിക്കുന്ന ആ ചേച്ചി, നമ്മുടെ ഫ്ലാറ്റിൻ്റെ മുകളിലത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ചേച്ചിയുടെ ഡെലിവറി ഒക്കെ അവിടെ തന്നെ ആയിരുന്നു. നല്ല ഹോസ്പിറ്റലാണ്, നല്ല ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ കാണിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ 1 വർഷം മുൻപ് ഒന്നുകൂടെ കാണിച്ചു. അപ്പോൾ സോണോഗ്രഫി അവർ സോണോഗ്രഫി എടുപ്പിച്ചു. അപ്പോൾ സോണോഗ്രഫി എടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് PCOD PCOS ഒന്നും അല്ല എൻ്റെ ഇഷ്യൂ, സ്റ്റോൺ ആയിരുന്നു. ഈ ഗാൽ ബ്ലാഡർ സ്റ്റോൺ ആയിരുന്നു എൻ്റെ പ്രശ്നം. അപ്പോൾ അന്നേ അവർ നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരിക്കലും നമ്മുടെ കിഡ്നിയിലോ അതുപോലെ തന്നെ യൂറിനിലോ ഒക്കെ വരുന്ന സ്റ്റോണുകൾ നമുക്ക് കരിച്ച് കളയാനുള്ള ഓപ്ഷൻ ഉണ്ട്, മരുന്ന് തന്നിട്ട് നമുക്ക് അത് ഇല്ലാതാക്കി കളയാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഈ ഗോൾ ബ്ലാഡർ, അതായത് ഈ പിത്തസഞ്ചി എന്ന് പറയുന്നത് ഒരു സഞ്ചി പോലത്തെ ഒരു സാധനം, അതിനകത്ത് ഈ സ്റ്റോണ് വന്നു കഴിഞ്ഞാൽ അത് സ്റ്റോൺ മാത്രമായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല. അഥവാ നമ്മൾ അങ്ങനെ ട്രൈ ചെയ്താലും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, അത് ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് അവരത് പറയുന്നുണ്ടായിരുന്നത്. പിന്നെ ഇത് 2 രീതിയിലുണ്ട് ഈ സ്റ്റോൺ വരുന്നത്. ഒന്ന് സൈലൻറ്റ് സ്റ്റോൺ ഉണ്ട്, പിന്നെ ഒന്ന് വന്നിട്ട് അല്ലാതെ ഇതുപോലെ പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റോണും ഉണ്ട്. ഇപ്പം എൻ്റെ ഒരു കസിൻ ഉണ്ട്, എൻ്റെ ഒരു കസിൻ ഉണ്ട്, അച്ചോട്ടൻ്റെ മറപ്പാണ് ദിവ്യ എന്നുകൊണ്ട്, നമ്മുടെ അനിയൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം അവൾക്ക് സെയിം ഇതുപോലെ സൈലൻറ്റ് സ്റ്റോൺ ആയിട്ടുണ്ട്. അപ്പം ഇടയ്ക്ക് ഇതുപോലെ ഞങ്ങളുടെ ഒരു റിലേറ്റീവിന് ഇതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ദിവസം രാത്രി ഇങ്ങനെ പെയിൻ വന്നിട്ട് കൊണ്ട് കാണിച്ചപ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു. കാണിച്ചപ്പോൾ അകത്ത് സെയിം എൻ്റെ പോലെ തന്നെ ഗോൾ ബ്ലാഡറിനകത്ത് സ്റ്റോൺ ആയിരുന്നു, സൈലൻറ്റ് സ്റ്റോൺ ആയിരുന്നു. അവർക്ക് അറിയില്ലായിരുന്നു. കൊണ്ടുപോയി കാണിച്ച് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്തു. കാരണം ഈ സ്റ്റോൺ അകത്ത് കിടന്ന് ഇൻഫെക്ഷൻ വന്നിട്ട് മൊത്തം ആ ഒരു നമ്മുടെ ഈ എന്താ പറയുക ഗോൾ ബ്ലാഡറിൻ്റെ അത് മൊത്തം ബാധിച്ചിട്ട് മൊത്തം ഇൻഫെക്റ്റഡ് ആയിട്ട് എമർജൻസിയിൽ അവർക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇച്ചിരി കൂടെ കഴിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ അത് ലിവറിനെയും കിഡ്നിയൊക്കെ ബാധിക്കുന്നതാണ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊരു ടൈപ്പ് സ്റ്റോണ്. എൻ്റെ എന്ന് വെച്ചാൽ സൈലൻറ്റ് സ്റ്റോൺ അല്ലാതെ പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റോൺ തന്നെയായിരുന്നു എൻ്റെ. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തു, നിങ്ങൾ ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷേ എത്രയും പെട്ടെന്ന് ചെയ്താൽ അത്രയും നല്ലത്. ഇതിൻ്റെ നെഗറ്റീവ് ഇഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇമ്പാക്റ്റ് നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിനകത്ത് കിടക്കുന്നിടത്തോളം കിടക്കും. ചിലവർക്കത് പെട്ടെന്ന് വലിപ്പം വയ്ക്കും, ചിലർക്ക് പെട്ടെന്ന് സൈസ് ചുരുങ്ങുകയും ചെയ്യും, ഇല്ല എന്നല്ല. പക്ഷേ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ കണ്ട് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി പറയാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ സ്റ്റോണിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോൺ അകത്ത് കിടക്കുമ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ അസിഡിറ്റിയുടെ ഏമ്പക്കം വരിക, അങ്ങനെ അസിഡിറ്റിയുടെ കുറച്ച് സിംറ്റംസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഓൾറെഡി നമ്മുടെ ഈ പിത്തസഞ്ചിക്കകത്തെന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡാണ് വരുന്നത്, ലിക്വിഡാണ് വരുന്നത്. നമ്മുടെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് അതിലേക്ക് ഡയറക്റ്റ് പൈപ്പിലൂടെ നമ്മുടെ ഈ ഗോൾ ബ്ലാഡറിനകത്ത് പോയിട്ട് അതിനകത്ത് ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡ് വെച്ച് അത് ഫ്ലഷ് ചെയ്തിട്ട് 2 പൈപ്പിലൂടെ പോയിട്ട് താഴത്തു നിന്നാണ് അത് ഡൈജസ്റ്റ് ആയി പോകുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു പൈപ്പിൻ്റെ അവിടെ ഇടയ്ക്ക് വെച്ച് എങ്ങാനും ഈ മേലോട്ടും താഴോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെയിൻ വരുന്നത്. അപ്പോൾ ആ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ പൈപ്പിൻ്റെ ഇടയ്ക്ക് എങ്ങാനും ഈ സ്റ്റോണ് എങ്ങാനും വന്ന് സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര റിസ്ക് ആയിരിക്കും. കാരണം 2 കാരണമാണത്. ഒന്ന്, നമുക്ക് ആ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രീത്തിങ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആവും. 2, നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നെങ്കിൽ ആദ്യം ഈ സ്റ്റോണിനെ അവർക്ക് ഗോൾ ബ്ലാഡറിന് അകത്തേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു പ്രൊസീജിയർ ചെയ്യേണ്ടി വരും. അതിനുശേഷം ഈ ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്യണം. അങ്ങനെ 2 പ്രൊസീജിയേഴ്സായിട്ട് അവർക്ക് ചെയ്യേണ്ടി വരും. അഥവാ ചിലപ്പോൾ അതിനകത്ത് കിടന്നുകൊണ്ട് തന്നെ ഇത്തരം അതായത് ഇങ്ങനെ ഇടയ്ക്ക് എന്താ പറയുക പെട്ട് കിടക്കുന്നൊരു സ്വഭാവം ഇല്ലാതെ അല്ലാതെ നമുക്ക് ചിലപ്പോൾ അത് അതിനകത്ത് കിടന്ന് ഇൻഫെക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അത് പതുക്കെ നമ്മുടെ ലിവറിനെ കിഡ്നിയൊക്കെ ബാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാവും. അപ്പം മേജർ സർജറീസിലൂടെ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ എന്നാൽ പോലും പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ആയി എന്ന് വരും. അപ്പോൾ അതൊന്നും നമുക്ക് നേരത്തെ മുൻകൂട്ടി പറയാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. എന്ത് സംഭവിക്കാം എന്നുള്ളത് നമുക്ക് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെയാണെന്നാണ് ഇവർ പറഞ്ഞത്.
അങ്ങനെ ഞങ്ങൾ എൻ്റെ ആ ഒരു ഓപ്പറേഷൻ്റെ എക്സ്പീരിയൻസ് കണ്ട ശേഷം അജുവേട്ടന് ഭയങ്കര പേടിയായിരുന്നു ഇത്തരം സംഭവങ്ങൾ. പിന്നെ ഒരുപാട് പേര് സർജറി കഴിഞ്ഞ ആൾക്കാർ ഇതുപോലെ റിമൂവ് ചെയ്ത ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു കുറേ, അതായത് ആസിഡിറ്റിയുടെ ഇഷ്യൂസ് വരും, അതുപോലെ തന്നെ ഡൈജഷൻ ഇഷ്യൂസ് വരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുള്ളതുകൊണ്ട് ആൾക്ക് പേടിയായതുകൊണ്ട് തന്നെ ആൾ ഓപ്പറേഷൻ എന്നുള്ളൊരു സംഭവം വേണ്ടാന്ന് വെച്ചിട്ട് ആൾ വെറും നമുക്കൊരു കാര്യം ചെയ്യാം, ആയുർവേദിക്കിലോ ഹോമിയോപ്പതിയിലോ കാണിച്ച് നോക്കാമെന്ന്. അങ്ങനെ നമ്മൾ ആയുർവേദിക്കിൽ കാണിച്ചു, ഹോമിയോപ്പതിയിൽ കാണിച്ചു. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ടായിരുന്നത് മാക്സിമം 90% പോവും കല്ല് എന്നുള്ള ലെവലിൽ തന്നെയാണ് അവർ മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ചൊക്കെ ഞാൻ മെഡിസിൻ യൂസ് ചെയ്തു. പിന്നെ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും കണ്ടില്ല. പിന്നെ ഒരിടയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ അങ്ങനെ ഉണ്ടായിരുന്നില്ല, അങ്ങനെ വേദന ഒന്നും എനിക്ക് ഒരിടയ്ക്ക് വരാറുണ്ടായിരുന്നില്ല. പീരിയഡ്സ് ആവുന്ന സമയത്ത് മാത്രം നമുക്ക് താഴത്തെ ഞാൻ പറഞ്ഞ ആ ഒരു പൊസിഷനിൽ അടിവയറിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിലെ കോർണറിൽ എനിക്കിനി സൂചി കുത്തുന്ന കൂട്ടിൽ പെയിൻ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ നമ്മുടെ പീരിയഡ്സിൻ്റെ പെയിൻ ആയിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ മാത്രമേ എനിക്ക് പെയിൻ ഉള്ളൂ. അത് ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും പീരിയഡ്സ് സമയത്ത് അടിവയർ വേദന എല്ലാവർക്കും ഉണ്ടാകുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇഗ്നോർ ചെയ്ത് പോയി, അങ്ങനെ കാര്യമാക്കിയില്ല. അച്ചൂട്ടൻ പറഞ്ഞ ഇടയ്ക്ക് അങ്ങനെ വേദന ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് കാണിക്കാം, ഓപ്പറേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, വലിയ കുഴപ്പമില്ല, ഇപ്പം അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫാമിലിയിലും കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട്, കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അത് ഞാൻ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഇടയായിട്ട് കുറച്ച് ദിവസം മുമ്പ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഞരമ്പിൽ നമ്മുടെ വയറ്റിൻ്റെ പൊക്കിളിന് ചുറ്റും മേളിലും താഴെയും മേൽവയറിൽ പൊക്കിളിന് ചുറ്റും നമ്മുടെ മേളിലും താഴെയും ഇങ്ങനെ ഞരമ്പ് വലിഞ്ഞു മുറുകുന്നൊരു ഫീൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തല കറങ്ങുന്ന പോലെ, ഛർദ്ദിക്കാൻ വരുന്ന പോലെ എന്തൊക്കെയോ ഒരു ഫീൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. വയറിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫീൽ തോന്നും, ഇരിക്കണമെന്ന് തോന്നും നമുക്ക്. അങ്ങനത്തെ ഒരു പെയിനായിരുന്നു എനിക്ക് ഫീൽ ചെയ്യേണ്ടായിരുന്നത്. ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് ആയിട്ട് എടുക്കുക കേട്ടോ, കാരണം കുറച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഫീൽ ചെയ്യുന്നുണ്ട്, ബ്രീത്ത് ചെയ്യാൻ അങ്ങനെ എന്തോ ഒരു ബ്രീത്തിങ് ഇഷ്യൂ എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ബ്രേക്ക് ഇട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ കുറച്ച് നാളോടെ എനിക്കങ്ങനെ ഭയങ്കര ഒരു പെയിൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞരമ്പ് വലിഞ്ഞു മുറുകുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോഴും ഞാൻ പെയിൻ നമുക്ക് അസിഡിറ്റിയുടെ പ്രശ്നം കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ള ഒരു ഇത് വിചാരിച്ചിട്ട് ഞാൻ മാക്സിമം നമ്മുടെ ഇനോ വരില്ലേ, അസിഡിറ്റിയുടെ ഇനോൻ്റെ സാഷറ്റ് വരും, അത് കലക്കി കുടിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അസിഡിറ്റിയുടെ എന്തെങ്കിലും ടാബ്ലറ്റ് കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അസിഡിറ്റിയുടെ മരുന്ന് കഴിക്കും. പിന്നെ അതങ്ങ് കുറയും, ഞാൻ അതങ്ങ് വിടും. അങ്ങനെയായിരുന്നു കുറേ നാളുകൊണ്ട്. പിന്നെ ഈ ഇടയായിട്ട് കഴിഞ്ഞ 2-3 ആഴ്ച മുൻപ് നമ്മളിതുപോലെ ബറോഡയിലെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയ സമയത്ത് ഒരു ദിവസം എനിക്കിതുപോലെ സെയിം പെയിൻ വന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ദിവസം ഞാൻ ഇനോ കലക്കി കുടിച്ചു, കുറച്ചൊന്ന് കുറഞ്ഞു. എന്നാലും ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി കൊണ്ടിരിക്കണം, എന്നാൽ കണ്ടിന്യൂസ്ലി നിൽക്കുകയല്ല, വന്നും പോയി കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്ര കാര്യമാക്കിയില്ല. നല്ല പെയിൻ വന്നപ്പോൾ ഞാൻ ആദ്യം ഞാൻ കാര്യമാക്കിയില്ല. നന്നായിട്ട് പെയിൻ കൂടി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ഇനോ കലക്കി കുടിച്ചു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഒന്ന് കുറഞ്ഞു, അതിൻ്റെ ആ ഒരു അളവ് കാഠിന്യത്തിൽ കുറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ വിട്ടു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം പിറ്റേ ദിവസം സെയിം ഇതുപോലെ ആയിരുന്നു. അന്ന് ഞാൻ ഇനോ കഴിച്ചു, അതുപോലെ തന്നെ ആസിഡിറ്റിയുടെ മരുന്ന് കഴിച്ചു. എന്നിട്ടും എനിക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അപ്പം തന്നെ അജോട്ടിൻ്റെ അമ്മയും ചീത്ത പറഞ്ഞു എന്നെ, ഇങ്ങനെ ഇത് മാത്രം എത്ര ദിവസം ഇങ്ങനെ, അതായത് ഈ ഇനോ എന്ന് പറയുന്നത് സോഡയുടെ വിഭാഗത്തിൽപ്പെടുന്ന സാധനം തന്നെയാണല്ലോ, വല്ലപ്പോഴൊക്കെ കഴിക്കുന്നത് ഓക്കെ, നീ ഡെയിലി ഇത് കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റുകൊണ്ട് എന്നെ വഴക്ക് വേണ്ടവരോട് കാണിക്കും, നിങ്ങൾ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന എന്തൊരു കാര്യം തന്നിട്ട് ചീത്ത പറഞ്ഞു. അങ്ങനെ നമ്മൾ ശരിയെന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ 2 ദിവസം ബറോഡയിലുണ്ടായിരുന്നു. കാരണം അവിടെ വെള്ളപ്പൊക്കം കാര്യങ്ങളും ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ട് നമ്മളവിടെ പെട്ട് കിടക്കുമായിരുന്നു. ബുധനാഴ്ച പോയി വ്യാഴാഴ്ച രാവിലെ വരാനായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷെ അന്ന് നമ്മളവിടെ പെട്ടു. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് വെള്ളം നിറഞ്ഞ് വണ്ടിയൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മളവിടെ പെട്ടുപോയി. അങ്ങനെ നമ്മൾ വ്യാഴാഴ്ച അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച പുലർച്ചെ വരെ നമ്മളിങ്ങോട്ട് വന്ന് ആദ്യക്കുട്ടൻ സ്കൂളിൽ പോയി, അജുവേട്ടൻ ഓഫീസിൽ പോയി. അങ്ങനെ അവർ രണ്ടുപേരും പോയി കഴിഞ്ഞ് വൈകുന്നേരം അപ്പോൾ അജുവേട്ടൻ ഓഫീസിൽ ഇരുന്നിട്ട് ഇവിടുത്തെ അടുത്തുള്ള ഹോസ്പിറ്റൽ, അഹമ്മദാബാദ് ഷാൽബി എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇവരുടെ ഓഫീസിൽ മിക്കവാറും ആൾക്കാരും പോകുന്ന അവിടെ തന്നെ ആയിരുന്നു. അങ്ങനെ പിന്നെ ആ ഹോസ്പിറ്റലിലേക്ക് അജുവേട്ടൻ അപ്പോയിൻമെൻറ്റ് എടുത്തു ഗൈനിക്കിന്. അന്ന് വൈകുന്നേരം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ ഗൈനിക്കിനെ കാണിച്ചു. അപ്പോൾ മാഡം പറഞ്ഞു സോണോഗ്രഫി എടുക്കണം, നാളെ സോണോഗ്രഫി എടുക്കണം, അപ്പോൾ നാളെ അതിന് വേണ്ടി വരണം രാവിലെ എന്ന് പറയുന്നത്. ഫ്രൈഡേ വൈകിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസം സാറ്റർഡേ രാവിലെ വന്നിട്ട് 8 മണിയാകുമ്പോൾ വരണം, വന്നിട്ട് 9 മണിക്ക് വരണം സോണോഗ്രഫി എടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഒന്നും കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് വെള്ളം ഒന്നും കുടിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ട്, യൂറിനാണെങ്കിലും ഒരു പ്രാവശ്യം പോയിട്ട് പിന്നെ അങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് വരണം എന്ന് പറഞ്ഞു. രാവിലെ നേരത്തെ നമ്മൾ ഒരു പ്രാവശ്യം പോവാം, പിന്നെ പോകരുതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ വെള്ളം കുടിക്കാതെയും വാഷ്റൂമിൽ പോകാതെയൊക്കെ അങ്ങനെ പിടിച്ച് നിന്ന് ഒരുവിധം നമ്മൾ പോയി 8 മണിക്ക് നമ്മളവിടെ പോയിട്ട് ഏകദേശം ഒരു 12-12:30 ആയിട്ടുണ്ടായിരുന്നു അവർ സോണോഗ്രഫിയുടെ ഹാളിലേക്ക് തന്നെ നമ്മളെ വിളിക്കാൻ.
വിളിച്ച ശേഷം നമ്മൾ രാവിലെ ഫസ്റ്റ് എത്തിയ ആൾക്കാരാണ്. അങ്ങനെ വിളിച്ച ശേഷം പിന്നെ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു വെള്ളം കുടിച്ചിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു മാഡം ഇങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ മാഡത്തിനെ വിളിച്ചപ്പോൾ മാഡം പറഞ്ഞു മാഡം അല്ല, വേറെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലത്തെ ആൾക്കാർ ഡോക്ടേഴ്സാണ് അവിടെ ഉള്ളത്, അപ്പോൾ അവരെന്ത് പറയുന്നു അതിനനുസരിച്ച് ചെയ്യാൻ പറഞ്ഞു. അവർ വെച്ചപ്പോൾ അവർ പറഞ്ഞു റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ മാഡം പറഞ്ഞു എനിക്ക് വെള്ളം കുടിക്കാതെ അവർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് തോന്നുന്നു അബ്ഡോമിനലും പെൽവിസും അങ്ങനെ രണ്ടും കൂടെ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഏതോ ഒന്ന് ചെയ്യുന്നതിന് നമുക്ക് പ്രശ്നമില്ല, രണ്ടും കൂടെ ചെയ്യുമ്പോൾ ഏതോ ഒന്നിന് വെള്ളം കുടിച്ച് ട്രാൻസ്പെറൻ്റ് ആയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പിന്നെ വെള്ളം കുടിച്ച് പിന്നെ കുറേ നേരം നമ്മൾ വെള്ളം ഒന്നും കുടിക്കാതെ ഉച്ചവരെ ഇരുന്നിട്ട് തലേദിവസം രാത്രി നമ്മൾ വെള്ളം കുടിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരുന്നിരുന്ന് എനിക്ക് വെള്ളം കുടിച്ചപ്പോൾ ഛർദ്ദിക്കാൻ വരുന്ന ഭയങ്കര ഒരു ഫീലായിരുന്നു. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഒന്ന് സെറ്റാക്കി പിന്നെ നമ്മൾ പോയി സോണോഗ്രാഫി എടുത്തു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടറും പറഞ്ഞു സ്റ്റോൺ ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇത് ആസിഡിറ്റിയുടെ കൊണ്ടായിരിക്കാം, അതായത് ഈ പെയിൻ ഈ വയറ്റിൽ പെയിൻ വരുന്ന അതുകൊണ്ടാണ് തോന്നുന്നത്, എന്തായാലും ഒന്ന് മാഡത്തിനെ കാണിച്ചേക്കുമെന്ന്. അങ്ങനെ നമ്മൾ നേരെ മാഡത്തിനെ കാണിച്ചു. അങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം മാഡത്തിനെ കാണിച്ചു. അങ്ങനെ മാഡത്തിനെ കാണിച്ചിട്ട് മാഡം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, അതായത് യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂസ് നിങ്ങൾക്കില്ല, പിന്നെ ഉള്ളത് സ്റ്റോൺ മാത്രമാണ് കാണുന്നത്, അത് എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, ഗ്യാസ്ട്രോൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്, അപ്പോൾ സാറുണ്ട്, സാറിനെ ഒന്ന് കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് സാറിനെ റെഫർ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വല്ല വേണ്ട, അജുട്ടൻ വന്നിട്ട് അജുട്ടനോട് ചോദിച്ചിട്ട് നമ്മൾ കാണിക്കാമെന്ന് പറഞ്ഞു. മമ്മിയോട് എന്തായാലും നമ്മൾ വന്നു, പിന്നെ വെറുതെ നമ്മളിനി വീട്ടിൽ കൊണ്ടുകൊണ്ട് അതുകൂടെ കാണിച്ചിട്ട് പോകാൻ ഞങ്ങളിപ്പോൾ അതിന് വേണ്ടിയല്ലേ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ മമ്മി നിർബന്ധിച്ച് നമ്മൾ ഗ്യാസ്ട്രോണിയും കാണിച്ചു. അപ്പം സെയിം ഡോക്ടർ ഗ്യാസ്ട്രോ ആ സാറും പറഞ്ഞത്, ഗ്യാസ്ട്രോ സ്പെഷ്യലിസ്റ്റും ആ സാറും പറഞ്ഞത് സ്റ്റോണിൻ്റെ ഇഷ്യൂ ആണ്, 8 mm ഉണ്ടെന്ന്. എനിക്ക് തോന്നുന്നു മുമ്പ് ഫസ്റ്റ് സോണോഗ്രാഫി എടുത്തപ്പോൾ 3 mm ആയിരുന്നു, പിന്നെ 5 mm ആയി, ഇപ്പം 8 mm വരെ ഉണ്ടായിരുന്നു സ്റ്റോണിൻ്റെ സൈസ്. അപ്പോൾ സാറും പറഞ്ഞു എന്തായാലും സർജറി ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പം കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞിരുന്ന 30+ കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ അസിഡിറ്റിയുടെ ഇഷ്യൂസ് എന്തായാലും വരും. അതിൻ്റെ ഒപ്പം എനിക്ക് ഈ സ്റ്റോണിൻ്റെ ഇഷ്യൂ കൂടെ വന്നതുകൊണ്ടാണ്, അത് ഒരുമിച്ചായതുകൊണ്ടാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയതും ഇത്രയും പെയിനും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നത്. പിന്നെ സെയിം നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന അതേ സംഭവങ്ങളിന് സാറും എനിക്ക് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്നത് ഇതൊക്കെ തന്നെയായിരുന്നു, ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മൾ വെച്ച് നീട്ടിക്കഴിഞ്ഞുള്ള പ്രശ്നങ്ങൾ എന്താണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു സാറ്. അങ്ങനെ അവർ പറഞ്ഞിരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ ചെയ്യാൻ 1.5 to 2 lakh അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കോസ്റ്റ്. അങ്ങനെ അതായത് ബേസിക് അവർ പറഞ്ഞ അത്രയാണ്. പിന്നെ നമുക്കറിയില്ല, എപ്പോഴും കുറയില്ലല്ലോ എമൗണ്ട്, കൂടാനുള്ള സാധ്യതയിലുള്ളൂ. അപ്പം ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് അജുട്ടൻ വന്ന് വൈകുന്നേരം അജുട്ടനോട് പറഞ്ഞു. അപ്പോൾ അജുട്ടൻ നമ്മൾ കോസ്റ്റിൻ്റെ അല്ല, ഇത് ഈ രണ്ട് ഡോക്ടേഴ്സ് രണ്ട് രീതിയിൽ പറഞ്ഞപ്പോൾ ആൾക്കും ഒരു കൺഫ്യൂഷനായി. പിന്നെ നേഴ്സുമാരാണെങ്കിലും ഒന്നും അത്രയ്ക്ക് ഇതായി തോന്നിയില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കാവലിൽ നിന്ന് ഒരു വിധമായി നമ്മൾ. അപ്പോൾ അതായത് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് നേഴ്സുമാരെങ്കിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും ആരും ഒരു മൈൻഡ് പോലും ഇല്ല. നമ്മളിങ്ങനെ കുത്തിയിരുന്ന് മണിക്കൂറോളം കുത്തിയിരുന്ന് നമ്മൾ അങ്ങോട്ട് പോയി ചോദിച്ചതാണ്, ഞങ്ങൾ രാവിലെ ഫസ്റ്റ് വന്നാൽ നിങ്ങൾ ഇതുവരെ ഞങ്ങളെ വിളിക്കുന്നില്ല എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയി ചോദിച്ചിട്ടാണ് നമ്മളെ വിളിച്ചത്. അപ്പോൾ ഇതൊക്കെ കൂടെ ആയപ്പോൾ ആൾക്കും ആ ഒരു ട്രസ്റ്റ് ഇല്ലാണ്ട്, കാരണം എമർജൻസി നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവർ ഇതേ അവസ്ഥ കാണിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് പറഞ്ഞിട്ട് ആൾക്ക് ഒരിതില്ലാതെ. നമ്മൾ ഫസ്റ്റ് കാണിച്ച ഡോക്ടറെ ആണെങ്കിൽ നല്ല ഡോക്ടറായിരുന്നു, ആ ഡോക്ടർ നമ്മളെ പറവിടെ കാണിച്ചിട്ടാണ് ഡോക്ടർ. അപ്പം അന്ന് ഈ സർജറി നീട്ടി വയ്ക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയത്. അങ്ങനെ പിന്നെ അജുട്ടൻ അവിടെ തന്നെ സജസ്റ്റ് ചെയ്തു. ആദ്യം ചോദിച്ചു ഇവിടെ വേറൊരു സൈഡസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ അവിടെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ സൺഡേ ആയിരുന്നു. അങ്ങനെ പിന്നെ സൺഡേ പിന്നെ വീണ്ടും അജുട്ടൻ അവിടുത്തെ ഹോസ്പിറ്റലിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് മാഡമായിട്ട് സംസാരിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ആകുമ്പോൾ നമ്മൾ സർജറി മൺഡേ കൊണ്ടുപോയി കാണിച്ചിട്ട് പിന്നെ തീരുമാനിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അപ്പയും മമ്മിയും അവർ തിരിച്ചു പോയി സൺഡേ ഉച്ചയ്ക്ക്. പിന്നെ സൺഡേ മാഡത്തിനോട് സംസാരിച്ച് സൺഡേ വൈകുന്നേരം ആയപ്പോഴാണ് മാഡം പറഞ്ഞത് എന്നാൽ ശരി ഓക്കെ നാളെ ഒന്ന് വന്നോളൂ, എന്തായാലും ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഓപ്പറേഷൻ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ മാത്രം ആദ്യം ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പുള്ളിക്കാരത്തിയെ, എന്നിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞു ചേട്ടനോട്. അങ്ങനെ പിന്നെ നമ്മൾ സൺഡേ വൈകുന്നേരം ഇവിടുന്ന് പോയി സൺഡേ രാത്രി അവിടെ എത്തിയിട്ട് മൺഡേ രാവിലെ 7 മണിക്കുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ക്ലോസ് ചെയ്യണം. അതുപോലെ തന്നെ ചായ വെള്ളം എന്താണെങ്കിലും മോർണിംഗ് 7 o'clock കഴിച്ച് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സർജറി ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എത്രയോ മണിക്കൂറിന് മുൻപ് നമ്മൾ ഫുഡോ വെള്ളമോ എന്ത് കഴിച്ചാലും നമുക്ക് അനസ്തേഷ്യ തരുമ്പം വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും, അത് ഒന്നുകൂടെ കോംപ്ലിക്കേഷൻ ആവും എന്നുള്ളത് കൊണ്ട് അവർ പറഞ്ഞു എന്തായാലും 7 മണിയോടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് വരൂ, ഒരു 9 o'clock വരൂ, വന്നിട്ട് അഡ്മിറ്റ് ആവും, എന്നിട്ട് മാഡം നോക്കിയിട്ട് നമുക്ക് നോക്കാം, സർജറി വേണ്ട എന്നുള്ള രീതിയിൽ എന്തെങ്കിലും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ശ്രമിച്ച് നോക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞു, എക്സാമിൻ ചെയ്തിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മൺഡേ രാവിലെ നേരത്തെ അജുട്ടൻ അന്നോട്ട് നൈറ്റ് ഷിഫ്റ്റും തുടങ്ങുമായിരുന്നു. അപ്പോൾ ആൾ വിചാരിച്ച് സർജറി കഴിഞ്ഞ് വൈകിട്ട് ആൾക്ക് ഡ്യൂട്ടിക്കും പോകാം എന്നൊക്കെ വിചാരിച്ച്, ലീവില്ല, കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ലീവിൻ്റെ ഇഷ്യൂസ് ഉള്ള കാരണം ആൾ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകാം, അങ്ങനെ ആണെങ്കിൽ നൈറ്റ് അല്ലേ അച്ഛനും അമ്മയും അവരൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ സൺഡേ മോർണിംഗ് രാവിലെ ഒരു 9-10 മണിയായ കാലത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി.
പിന്നെ മാഡം വന്നു, ചെക്ക് ചെയ്തു, കാര്യങ്ങളൊക്കെ ചോദിച്ചു, എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. അപ്പോഴാണ് അവർ പറഞ്ഞത് എന്തായാലും നമുക്ക് കേട്ടിടത്തോളം 99% ഇതിൻ്റെ കൊണ്ടാവാനുള്ള ചാൻസ് ആണുള്ളത്. അപ്പോൾ എന്തായാലും ശരി, നമുക്ക് എന്തായാലും ഒന്ന് സർജറി തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്തായാലും സർജറി ചെയ്യാം, പിന്നെ റിസ്ക് മതലബ് ഏറ്റെടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മാഡം സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങളും സമ്മതിച്ചു. അങ്ങനെ ഒരു 10 o'clock 11 o'clock 11:30 ആകുമ്പോഴേക്കും നമുക്കവർ BP കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ BP ഒരു ഗുളിക തന്നു. അതായത് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് BP ഷൂട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രിക്കോഷനായിട്ട് അവരെല്ലാവർക്കും ഓപ്പറേഷൻ മുന്നേ കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു ടാബ്ലറ്റൊക്കെ തന്നു. അങ്ങനെ പിന്നെ അവർ ഒരു ലിക്വിഡ് തന്നു മൗത്ത് ഗാർഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ കഴിച്ച ഫുഡിൻ്റെ ഐറ്റംസ് എന്തെങ്കിലും നമ്മുടെ വായിലോ തൊണ്ടയ്ക്കകത്ത് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ വോമിറ്റിംഗ് ടെൻഡൻസി എന്തെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവർ അതുപോലും ക്ലിയർ ചെയ്ത് ചുടുവെള്ളത്തിൽ ഒരു ലിക്വിഡ് ഒഴിച്ച് വന്നിട്ട് അതുപോലും നമ്മൾ നന്നായിട്ട് ഗാർഗിൾ ചെയ്തിട്ട് വാ കഴുകി ഗാർഗിൾ ചെയ്തിട്ട് നമ്മൾ തുപ്പിക്കളഞ്ഞിട്ട് അത് ക്ലിയർ ചെയ്യിപ്പിച്ചു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഒരു ബോട്ടിലിട്ടു അവർ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിന് മുമ്പ് നീഡിലൊക്കെ ഇട്ടിട്ട് അതിൽ നിന്നാണ് ബ്ലഡൊക്കെ എടുത്തത്. അപ്പോൾ ഒരു ബോട്ടിൽ ഇടാൻ വന്നപ്പോഴാണ് പറഞ്ഞത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം, ഫിസിഷ്യനെ കണ്ടിട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള വേറൊരു ഹോസ്പിറ്റൽ ഗൈനിക്കും ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് മാത്രമുള്ള ഹോസ്പിറ്റലാണത്. അപ്പോൾ അതുകൊണ്ട് വേറൊരു ഹോസ്പിറ്റലിലേക്ക് എഴുതി തന്നു. അവിടെ പോയിട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ ECG എടുക്കണം, അതുപോലെ തന്നെ നോർമൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേറെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. നമ്മളവിടെ പോയി അതെല്ലാം ചെയ്തു. അവിടെ നിന്ന് റിപ്പോർട്ട് വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് പിന്നെ ഒരു ബോട്ടിലൊക്കെ ഇട്ടു. അങ്ങനെ ഒരു 3-3:30 വരെ അങ്ങനെ പോയി. 3:30 അവർ തിയേറ്ററിലേക്ക് കയറ്റി. പിന്നെ അവർ ഓക്സിജൻ മാസ്ക് വെച്ചു. വെച്ച ഓക്സിജൻ മാസ്കിലൂടെയാണ് അനസ്തേഷ്യ തന്നിട്ടുണ്ടായിരുന്നത്. അതായത് ആ മാസ്കിലൂടെ വരുന്ന ആ ഒരു നമ്മുടെ ആ ഒരു ശ്വാസം എടുക്കത്തില്ലേ, അതിലൂടെയാണ് അവർ അനസ്തേഷ്യ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കുറച്ചൊക്കെ വലിക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ എന്തൊക്കെയോ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അവർ നമക്കി പിടിച്ചിട്ടാണ് നമുക്ക് വെച്ച് തരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ എനിക്ക് ഓർമ്മ വരുമ്പോൾ എന്താണ് അതായത് ഓർമ്മ എന്നല്ല, ഫുൾ ഓർമ്മ വന്നു എന്നല്ല, അതായത് പിന്നെ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഫുൾ അൺകോൺഷ്യസ് ആയി ഞാൻ. പിന്നെ ഉള്ളിൽ എവിടേക്കോ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് അവർ നമ്മൾ സ്ട്രക്ചറിന്ന് അവരുടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ആ ടേബിളിൻ്റെ മുകളിൽ നിന്ന് സ്ട്രക്ചറിലേക്ക് എടുത്തിരിക്കുന്ന തുണിയോട് എന്തോ പൊക്കി കിടത്തുന്നൊരു എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവർ അങ്ങനെ ഉരുട്ടിക്കൊണ്ടിട്ട് എവിടേക്കോ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ റൂമിൽ കൊണ്ടുവന്നു. അച്ഛനും അമ്മയും അവിടെ ഉണ്ട്, ആദിയുണ്ട്, പിന്നെ വേറെ ഒരു അങ്കിളും ആൻറ്റിയും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്തൊക്കെയൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ആദ്യം അവർ സംസാരമൊന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ എനിക്കിങ്ങനെ ഒരു എക്കോ ഫീലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവർ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി കുറേശ്ശെ. പക്ഷേ എനിക്ക് തിരിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ശരിക്കും ഞാൻ നോർമലായി വരാൻ ഒരു 10 മണിയായിട്ടുണ്ടായിരുന്നു, 10-10:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവർ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെയിൻ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കൊണ്ടുവന്ന സമയത്ത് ഒന്നും അറിയാത്തൊരു ഫീല്. അത് കഴിഞ്ഞ് പതുക്കെ എനിക്ക് ആ എഫക്റ്റ് പോയി തുടങ്ങിയപ്പം വേദന കൊണ്ടുള്ള ആ ഒരു റിയാക്ഷൻ. പിന്നെ ഇവർ ചെയ്യുന്ന സമയത്ത് കീ ഹോളല്ല. അപ്പോൾ എനിക്ക് 4 നമ്മുടെ പൊക്കിളിൻ്റെ മുകളിൽ 2 സ്ഥലത്ത്, ഏറ്റവും മുകളിൽ നമ്മുടെ ബ്രസ്റ്റിൻ്റെ താഴെ ഒരു ഇങ്ങനെ നെടുകെ ഇത്ര ചെറിയൊരു കട്ടിങ് ആണുള്ളത്, ഇത്ര നേരത്തുള്ളൊരു കട്ടിങ് ആണുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നെടുകെ മേളിലും ജസ്റ്റ് പൊക്കിളിൻ്റെ മുകളിലുമായിട്ട്, ബ്രസ്റ്റിൻ്റെ താഴെയും ഒരെണ്ണം, ജസ്റ്റ് പൊക്കിളിൻ്റെ മുകളിലായിട്ട് ഒരു നെടുകെ ഒരു 2 കട്ട്, മേളിലും താഴെ ഒരു കട്ട്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് 2 ഇങ്ങനെ അതായത് ഇത്ര നീളത്തിൽ തന്നെ സ്ട്രെയിറ്റ് ലൈൻ പോലത്തെ 2 കട്ട്. അങ്ങനെ 4 ഹോൾ അവർ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ. അങ്ങനെ ഒരു 10 o'clock 10:30 ആകുമ്പോഴേക്കും ബോധം വന്നു. പിന്നെ അവർ പറഞ്ഞു ശരിക്കും ബോധം വന്ന ശേഷം വെള്ളം 2 സ്പൂൺ വെള്ളം ആദ്യം കൊടുത്തു നോക്കൂ, വോമിറ്റിംഗ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഐസ്ക്രീം വാങ്ങിച്ചു തരാൻ പറഞ്ഞു, വേറെ ഒന്നും തരണ്ടെന്ന് പറഞ്ഞു രാവിലെ വരെ. പിന്നെ അങ്ങനെ രാത്രി കുറച്ചൊന്ന് നോർമലായി. പിന്നെ അജുവേട്ടനും ഇവർക്കൊക്കെ അതിൻ്റെ നമ്മുടെ ഈ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ആ സംഭവങ്ങൾ, ആ ഗോൾ ബ്ലാഡറിൻ്റെ ആ സംഭവം കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്ത സാധനം. സ്റ്റോൺ അതിനകത്ത് പറ്റിപ്പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ ഇത് ഫുൾ സംഭവം എന്ന് പറയണത്
ശരിക്കും ഒരു സഞ്ചി പോലത്തെ സാധനം അതിനകത്ത് ഫുള്ള് ഫ്ലൂയിഡ് നിറഞ്ഞ് കിടക്കും. അവരിത് റിമൂവ് ചെയ്തെടുത്തപ്പോൾ അതിനകത്ത് ഫ്ലൂയിഡ് പോയിട്ട് ആ ഗ്രീൻ കളർ കാണുന്ന മൊത്തം ഫ്ലൂയിഡും മറ്റേത് ആ ഓവറിയാണ്. ഓവറി അല്ല, മതലബ് നമ്മുടെ ഗോൾ ബ്ലാഡർ, അതായത് പിത്തസഞ്ചിയാണ് ആ സാധനം. അപ്പോൾ അത് ആ ഫ്ലൂയിഡൊക്കെ പോയപ്പോൾ ഭയങ്കര ചെറുതായി ശോഷിച്ച അവസ്ഥയാണ്. അതിനകത്താണ് സ്റ്റോൺ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ 10-10 ആയപ്പോൾ പിന്നെ വെള്ളം തന്നു, അതിന് ഐസ്ക്രീം തന്നു. പിന്നെ രാവിലെ ആയപ്പോഴാണ് എനിക്ക് ശരിക്കും ചായയും ബിസ്ക്കറ്റ് അങ്ങനെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു. അനങ്ങുമ്പോൾ, ചുമയ്ക്കുമ്പോൾ, തുമ്മുമ്പോൾ ഒക്കെ ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ഇഞ്ചക്ഷൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ആൻറ്റിബയോട്ടിക്സും പെയിൻ്റെ ഇഞ്ചക്ഷനും മൊത്തം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്ര അറിഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻ കില്ലറിൻ്റെ ഗുളിക ഉണ്ടായിരുന്നു. 2 ദിവസം ഒരു ദിവസം ഫുൾ ഇഞ്ചക്ഷൻ എന്നുള്ള ലെവലായിരുന്നു. പിറ്റേ ദിവസം നമുക്ക് പെയിൻ കില്ലർ തന്നു തുടങ്ങിയത്. അങ്ങനെ 3-ാമത്തെ ദിവസം രാവിലെയാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്തത്. അങ്ങനെ വീട്ടിൽ വന്നു. നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ആദ്യം കുറച്ച് ഭയങ്കര വേദനയായിരുന്നു. പിന്നെ അത് പതുക്കെ മുറിവ് ഉണങ്ങും തോറും ചൊറിച്ചിലായി. അപ്പോൾ ഇന്നലെ 8-ാം തീയതിയാണ് 5-ാം തീയതിയാണ് നമ്മൾ പോയിട്ട് സ്റ്റിച്ച് എടുത്തത്. ആക്ച്വലി സ്റ്റിച്ചും അല്ല, അത് സ്റ്റാപ്ലറാണ് അവരതിൽ അടിച്ചിരിക്കുന്നത്. സ്റ്റാപ്ലർ അടിച്ചിട്ടാണ് അവർ അത് ജോയിൻ ചെയ്യാൻ വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ പോയി സ്റ്റാപ്ലർ റിമൂവ് ചെയ്തു. അത്യാവശ്യം കുറച്ച് വേദന ഉണ്ടായിരുന്നു, കുറച്ച് വേദനയുണ്ട്, പക്ഷെ അതിനും കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ മെയിൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഇടയ്ക്ക് ബയോപ്സിക്ക് അയക്കും. അതായത് ക്യാൻസർ ടെസ്റ്റിന് അയക്കും. അത് എപ്പോഴും നമ്മുടെ ശരീരത്തിലെ ഏതൊരു ഭാഗം റിമൂവ് ചെയ്താലും അതിൻ്റെ ഒരു സാമ്പിൾ അവർ അയക്കും. അതിൽ ക്യാൻസർ ഒന്നും ബാധിച്ചിട്ടില്ലല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദൈവം സഹായിച്ച് അതിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല, നോർമൽ തന്നെയാണ്, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അതിനകത്ത്. ഗോൾ ബ്ലാഡർ അത് ഫുൾ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്യാൻസറിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, ദൈവം സഹായിച്ച്. അത് വലിയൊരു സമാധാനം. അപ്പോൾ അങ്ങനെ എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് അതിലവർ പറയുന്നത് കാര്യങ്ങൾ, അതായത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിന് ശേഷം, അതായത് ഈ കീ ഹോൾ ചെയ്ത ശേഷം എൻ്റെ എക്സ്പീരിയൻസിൽ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് കഴിക്കാൻ പാടാത്ത ഐറ്റംസ് അവർ പറഞ്ഞത്, 1 മാസത്തേക്കും 1 മന്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലി, ദോശ അങ്ങനെ ഉഴുന്നരച്ച് പുളിപ്പിച്ച ഒരു ഐറ്റംസ് കഴിക്കാൻ പാടില്ല. ബ്രെഡ്, അത്തരം സോഡാപ്പൊടി ഇട്ട ഐറ്റംസ് നമ്മൾ കഴിക്കാൻ പാടില്ല. എണ്ണ ഒട്ടും യൂസ് ചെയ്യാൻ പാടില്ല. വേണമെങ്കിൽ നമുക്ക് ഉപ്പേരി, അതായത് മെഴുക്ക് വെട്ടി തോരൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ 1 സ്പൂൺ മാത്രം കടുക് പൊട്ടിക്കാൻ ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ നല്ലതാണ്. കഴിവതും മാക്സിമം ഇല്ലാണ്ടിരിക്കുക. അല്ലെങ്കിൽ മാക്സിമം ഈ 1 സ്പൂൺ മാത്രം യൂസ് ചെയ്യുക. അത്ര മാത്രം യൂസ് ചെയ്ത് നമ്മൾ മെഴുക്ക് വെട്ടിയ തോരനോ കറിയോ എന്താ ഉണ്ടാക്കാം. അതിനപ്പുറം നമ്മൾ ഒട്ടും എണ്ണ യൂസ് ചെയ്യരുത്, നെയ്യ് യൂസ് ചെയ്യരുത്, ബട്ടർ, ചീസ് അങ്ങനെ ഒരു സാധനം ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ പുളിയുള്ള ഐറ്റംസ് ഒന്നും തൊടാൻ പാടില്ല. ശകലം പോലും പുളിപ്പുള്ള തൊടാൻ പാടില്ല. അതുപോലെ മസാലകൾ ഒട്ടും യൂസ് ചെയ്യരുത്, എരി ഒട്ടും യൂസ് ചെയ്യരുത്. ഇതൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ 1 മാസത്തിന് വേണ്ടിയിട്ട്. അതുപോലെ ഫാറ്റി ആയിട്ടുള്ള ഫുഡ്, നോൺ വെജ് കാര്യങ്ങൾ, ഫാറ്റി ആയിട്ടുള്ള ഫുഡ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല, ഫാറ്റ് വരുന്നത്. ഇതാണ് 1 മാസത്തിന് വേണ്ടി പറയുന്നുണ്ടായിരുന്നത്. 2 റീസൺ ഉണ്ട്. ഒന്ന് വന്നിട്ട് നമ്മൾ മുറിവ് ഉണങ്ങാനും, പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പാർട്ട് പോയതല്ലേ, അത് ഡൈജഷൻ്റെ, അപ്പം നമുക്ക് അസിഡിറ്റി കൂടും. പിന്നെ നമ്മുടെ ശരീരമായിട്ട് അത് പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടിയിട്ടും അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവരത് പറയുന്നത്. അപ്പം അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിക്കോഷൻ പറയുന്നത്. അതുകൊണ്ടാണ് ഒന്ന് നമുക്ക് ഈ ഡൈജഷൻ്റെ ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ശരീരം ഒരു ഭാഗം പോയത് കാരണം നമുക്ക് ഒരു അവയവം നമുക്ക് എടുത്തു മാറ്റിയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം അതുമായിട്ട് പൊരുത്തപ്പെട്ട് ആസിഡിറ്റി കൂടാതിരിക്കും. പൊതുവേ നമുക്ക് ഈ ഗോൾ ബ്ലാഡർ പോയി കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം, അസിഡിറ്റി ഭയങ്കരമായിട്ട് കൂടും. മെയിൻ അതാണ്. അപ്പോൾ അത് മാത്രമല്ല, എനിക്ക് ആ പെയിൻ വരുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പെയിൻ ഇതിൻ്റെ തന്നെയാണോ എന്താണ് എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ അതും കൂടെ പ്രത്യേകിച്ചും ഇത്തരം ഐറ്റംസ് ഒഴിവാക്കാൻ അവർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിൽ ആ ഒരു മുറിവും കാര്യങ്ങളൊക്കെ ഉണങ്ങി ഒന്ന് സെറ്റ് ആവാനും കൂടെ വേണ്ടിയിട്ട് ഒന്നും കൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അസിഡിറ്റി ഇല്ലാതിരിക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മളിപ്പോൾ എന്താ പറയുക, ഇത്തരം ഐറ്റംസ് കാര്യങ്ങൾ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അസിഡിറ്റി വരുന്ന ഐറ്റംസാണ് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ ശരീരത്തിൽ ഡൈജഷൻ ചെയ്യുന്നൊരു സംഭവം, മെയിൻ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവം കൂടെയാണ് നമുക്ക് റിമൂവ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് ശരീരമായിട്ട് പൊരുത്തപ്പെട്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ടും അങ്ങനെ നമുക്ക് അധികം ബുദ്ധിമുട്ടുകൾ നമുക്ക്, അതായത് ഈ സ്റ്റിച്ചും കാര്യങ്ങളുള്ള സമയങ്ങളിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, അസിഡിറ്റി പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഛർദ്ദിച്ചാലൊക്കെ പലർക്കും പല രീതിയാണല്ലോ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് സ്റ്റിച്ചിനെ ബാധിക്കും, മുറിവ് ഉണങ്ങാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഇതൊക്കെ ഒഴിവാക്കാൻ പറയുന്നത്.
പിന്നെ കുറേ പേര് എന്നെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, ഇപ്പം നിന്നോട് ഒരു ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുളിപ്പുള്ള ഒരു ഫ്രൂട്ട്സും കഴിക്കരുത്, അല്ലാത്ത എല്ലാ ഫ്രൂട്ട്സും കഴിക്കാം. പിന്നെ നമുക്ക് ചപ്പാത്തി, ചോറ് അതൊക്കെ കഴിക്കാം, നമുക്ക് ഒരു ലിമിറ്റിൽ നമുക്ക് കഴിക്കാം. അതുപോലെ ഒറ്റയടിക്ക് കഴിക്കാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ ഒറ്റയടിക്ക് കഴിക്കാൻ പറ്റാത്ത കാരണം നമുക്കത് കുറേശ്ശെ ഗ്യാപ്പ് ഇട്ട് വേണമെങ്കിൽ കഴിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഒറ്റയടിക്ക് കഴിക്കണം എന്നാൽ നമുക്ക് നിർബന്ധമൊന്നുമില്ല, അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് കുറച്ചിപ്പോൾ കഴിച്ചു, പിന്നെ കുറച്ച് കണ്ട് കഴിക്കാം, അങ്ങനെ നമുക്ക് കഴിച്ചു പോകാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം സ്റ്റിച്ച് എടുക്കുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കുഴപ്പമില്ല, ചപ്പാത്തി, ചോറ് എല്ലാം കഴിക്കാം. എല്ലാം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ചപ്പാത്തി, ചോറ്, കറികളൊക്കെ കഴിക്കാം. ഈ പറഞ്ഞ സ്പൈസി, മസാല, എണ്ണ ഇതൊക്കെ മാക്സിമം ചേർക്കാത്ത ലെവലിൽ നമുക്ക് കഴിക്കാം. പക്ഷെ ഒന്ന് നന്നായിട്ട് ചവച്ചരച്ചിട്ട് വേണം നമുക്ക് കഴിക്കാൻ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ചവച്ചങ്ങോട്ട് വിഴുങ്ങുന്ന രീതിയിൽ കഴിക്കരുത്, നന്നായി ചവച്ചരച്ചിട്ട് വേണം കഴിക്കാൻ, നല്ല ദഹിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സജഷൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പിന്നെ ആഫ്റ്റർ 1 മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് പരിചയമുള്ള ഫാമിലി ഫ്രണ്ടായിട്ടുള്ള 2 പേരുണ്ടായിരുന്നു. അവരും ഓൾറെഡി നമ്മളോട് പറഞ്ഞായിരുന്നു കേട്ടോ. അതായത് അവർക്കും ഇതുപോലെ റിമൂവ് ചെയ്താണ് കുറച്ച് നാളായി. അപ്പോൾ അതുകൊണ്ട് അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഒരു 1 മന്ത് ഓക്കെ, അത് കഴിഞ്ഞ് അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ കഴിക്കുന്ന അതേ ഡയറ്റ് ഫോളോ ചെയ്ത് മാത്രം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു നേരം നമുക്ക് എവിടെന്നെങ്കിലും വെളിയിലെ ഫുഡും കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് ഈ 1 മന്ത്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഇതുവരെ നമ്മൾ കഴിക്കാത്ത സാധനം, അതായത് നമ്മൾ നിർത്തിയ സാധനം നമ്മൾ വീണ്ടും കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് കഴിക്കാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ ഗ്രാജുവലി നമ്മൾ അതിൻ്റെ ഓരോ സാധനങ്ങൾ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്ത് തരും. ഒറ്റയടിക്ക് അങ്ങനെ എല്ലാം കൂടെ കഴിക്കുക പണ്ടത്തെ പോലെ അങ്ങനെയല്ല. ഗ്രാജുവലി ഇപ്പോൾ കഴിക്കുന്നതിനെക്കാളും കൂടുതൽ ഓരോന്നായിട്ട് നമ്മൾ പതിയെ ഓരോന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് വരിക. അല്ലാണ്ട് ഒന്നും കഴിക്കരുത് അങ്ങനെയൊന്നുമില്ല. ഒപ്പം നമ്മൾ നന്നായിട്ട് അത്യാവശ്യം ശരീരം എക്സസൈസ്, വർക്കൗട്ട് കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യുക അതിൻ്റെ ഒപ്പം. അപ്പോൾ എളുപ്പം ഡൈജഷൻ നമ്മളെ സഹായിക്കും. അതുപോലെ ഒരുപാട് ഫാറ്റി ഫുഡ് മാത്രം ഒരുപാട് വാരി വലിച്ച് തിന്നാതെ പാകത്തിന് നമ്മുടെ ആഗ്രഹത്തിന് മാത്രം കഴിക്കുക. ആഗ്രഹത്തിന് വെച്ചാൽ ഓക്കെ നോർമലി ലെവലിൽ കഴിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ നമ്മുടെ ഈ ഓപ്പറേഷനെ പറ്റിയിട്ട് എനിക്ക് നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ മുന്നോട്ട് പോയിരുന്നു എന്നുണ്ടെങ്കിൽ അത്രയും വേദനയും ഞാൻ സഹിക്കണമായിരുന്നു. ഒപ്പം ഈ പറഞ്ഞ പോലെ മറ്റ് അവയവങ്ങളെ കൂടെ ബാധിച്ചാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടായേനെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഇതെന്നല്ല, എന്തൊരു അസുഖമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഉടനെ ചെയ്യണമെന്നല്ല കേട്ടോ പറയണത്. 2-3 ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻ കൂടെ നമ്മൾ നോക്കിയിട്ട് അത് നിർബന്ധമാണ് ചെയ്തേ പറ്റുള്ളൂ, അതാണ് സേഫ് എന്ന് 2-3 പേരെടുത്ത് ചോദിച്ചിട്ട് അവരൊക്കെ സെയിം ഒപ്പീനിയനാണ് പറയുന്നതെങ്കിൽ നമ്മൾ മാക്സിമം അത് ഒഴിവാക്കാതെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മളും വേദന സഹിക്കണം, പിന്നീട് അത് വലിയ എന്തെങ്കിലും കൊണ്ട് എത്തിക്കും. അത് ഒന്നിനും നമ്മൾ നിസ്സാരമാക്കി കളയരുത് എന്നൊരു കാര്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എന്നെ പോലെ ഇതുപോലെ എക്സ്പീരിയൻസ് ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് കേട്ടിട്ട് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൽ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും ഒരു സ്മൈലിയെങ്കിലും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാനൽ കാണുന്നവർക്കും ഈ പറഞ്ഞ പോലെ അതുപോലെ നിങ്ങളിലൂടെ തന്നെ മറ്റുള്ളവർക്ക് ഒരുപാട് പേരിലേക്കും ഈ വീഡിയോസും അതുപോലെ ഇതുപോലത്തെ മറ്റ് വീഡിയോസും എത്താൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ഓരോ ജീവിതത്തിൽ നമുക്ക് വരുന്ന ഓരോ എക്സ്പീരിയൻസ് നമ്മൾ ഇതുപോലെ വീഡിയോയിൽ തുറന്ന് പറയുന്നത് ഇത്ര വലിയ കാര്യങ്ങളാവണമെന്നില്ല, ചെറിയ കാര്യങ്ങളാവാം. പക്ഷേ അത് ഒരുപാട് പേർക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളായിരിക്കാം മേ ബി. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളെ ചാനൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പറേഷൻ്റെ പോസ്റ്റ് ഇട്ടപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലിയിലത്തെ മെമ്പേഴ്സ് ഇനിയും കൂടി 1.3 അങ്ങോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 1.35 അങ്ങോട്ട് ആയിട്ടുണ്ട്. അപ്പം ഇനിയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് തന്നെ ഒരുപാട് പേരിലേക്ക് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ ഈ ഫാമിലിയിൽ ഒരുപാട് മെമ്പേഴ്സിനെ കൊണ്ടുവരാൻ നിങ്ങളും കൂടെ സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു.